സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീക്ക്ലി സജഷൻ ആയിട്ടാണ്. അപ്പൊ ഈ വീക്കിൽ സജസ്റ്റ് ചെയ്യുന്നത് 2010 പുറത്തിറങ്ങിയിട്ടില്ല ട്രോൺ ലെഗസി എന്നൊരു മൂവിയാണ്. ഇത് ഡയറക്ട് ചെയ്തിട്ടുള്ള ജോസഫ് കൊസിൻസ്കി എന്ന ഡയറക്ടറാണ്. ഇത് ടോപ്പ് ഗൺ മാവറിക് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള ആളാണ്. സോ ഈ മൂവിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സാം ഫ്ലിൻ പറഞ്ഞ ഒരു ആളാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ. സാം ഫ്ലിന്റെ അച്ഛനുണ്ട് കെവിൻ ഫ്ലിൻ പറഞ്ഞ ഒരാള്. അയാളൊരു വെർച്വൽ വേൾഡ് ഡിസൈനറും ഒരു ഗെയിമിംഗ് ആർക്കേഡൊക്കെ ഉള്ള ഒരു ആളാണ്. ഇയാള് 20 വർഷങ്ങൾക്ക് മുമ്പ് കാണാതാവാണ്. പിന്നെ 20 വർഷങ്ങൾക്ക് ശേഷം സാം പറഞ്ഞ ഈ പയ്യന് ഈ ഗെയിമിംഗ് ആർക്കേഡിന്ന് ഒരു സിഗ്നൽ ലഭിക്കും. അപ്പൊ അവന് അവിടെ പോയേണ്ടത് ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടുന്ന് ഒരു വെർച്വൽ വേൾഡിലേക്ക് അവനെ എൻ്റർ ചെയ്യും. പിന്നെ ഈ വെർച്വൽ വേൾഡ് എങ്ങനെയാണ് ബിൽഡായത് അവന്റെ അച്ഛനാണ് ബിൽഡ് ചെയ്തത്. അവിടുന്ന് ഈ വെർച്വൽ വേൾഡിൽ നിന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടൊക്കെ ചെയ്യും. ഇതെങ്ങനെ ബിൽഡായതെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും പിന്നെ ആ വേൾഡിനെ പറ്റി പഠിക്കണതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അവിടുന്ന് അവര് എസ്കേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണതൊക്കെയാണ് ഇതിന്റെ സ്റ്റോറി ആയിട്ട് കാണിക്കുന്നത്. ഈ മൂവിനെ എടുത്തു കാണിക്കുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ വിഷ്വൽസ് ആണ്, നല്ല സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണ്. പിന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള ഡാഫ്റ്റ് പങ്ക് പറഞ്ഞ ഒരു ബാൻഡാണ്. ഇലക്ട്രോണിക് മ്യൂസിക് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അറിയണ്ട, വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ വിഷ്വൽസ് നല്ല സ്റ്റണ്ണിങ് വിഷ്വൽസ് ആണ്. ഞാൻ ഈ മൂവി വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് കണ്ടെത്തുന്നത്. ഇത് എനിക്ക് ഞാൻ കാണാൻ പ്രേരിപ്പിച്ചത് തന്നെ ഈ വിഷ്വൽസ് കാരണമാണ്. പണ്ട് ഇങ്ങനെ ഫ്ലൈറ്റില് സൗദിക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ബ്രദർ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ഫ്ലൈറ്റിലെ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു മൂവിയാണത്. എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഛർദിയൊക്കെ വരുന്നോണ്ട് ഞാൻ അന്ന് കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ കണ്ടതുകൊണ്ട് എനിക്കിത് കാണണമെന്നുണ്ട്. പിന്നെ ഞാൻ കാണുകയാണ് ചെയ്തത്. സോ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു മൂവിയാണത്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അടുത്ത വീക്ക്ലി സജഷനായിട്ട് അടുത്ത വീക്കിൽ കാണാം. ബൈ.